ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാടാണ് കേട്ടോ. കൽപ്പറ്റ, വയനാട് കൽപ്പറ്റ. അപ്പോൾ ഫ്ലവർ ഷോന്റെ അവിടെ ഉള്ളിലാണ് ഞങ്ങൾ ഉള്ളത്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട, കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പോയത് വയനാട് കൽപ്പറ്റയുള്ള ഫ്ലവർ ഷോയിനാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം പല പല നിറത്തിലുള്ള പൂക്കളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും, കാരണം യന്ത്രഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു എന്താ പറയുക, നല്ല കാഴ്ചകൾ നമുക്ക് അവിടുന്ന് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങളിതാ ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്ത് കൂടെയൊക്കെ കുഞ്ഞാപ്പിന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ കുറേ നേരം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെക്കൻ കേൾക്കുന്നില്ല. കുറേ നേരം വെച്ചാൽ കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് പൂക്കളൊക്കെ കാണട്ടോ. എന്ത് ഭംഗിയെന്നറിയാം അവിടെയുള്ള ഓരോ ചെടികളും കാണാൻ. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കുറേ ചെടികൾ, നമ്മളെ വീട്ടിലില്ലാത്ത ഒരുപാട് ചെടികൾ അവിടെ ഉണ്ട്. പിന്നെ ചെട്ടി, മഞ്ഞച്ചട്ടി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ മല, ഈ പുല്ലൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്നറിയാം. ഇത് നമ്മൾ ഫോണിൽ കൂടെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭംഗിയുണ്ടാവും. പക്ഷെ അടുത്തുനിന്ന് അതിനെക്കാട്ടും ഭംഗിയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ പോവാത്തവരൊക്കെ കാണണം കേട്ടോ, പോയി കാണണം. അപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള യന്ത്രൂഞ്ഞാൽ, അതേപോലെ തന്നെ ഈ തീവണ്ടിയൊക്കെ അല്ലേ, ഇരുന്നിട്ട് തീവണ്ടിയൊക്കെ പോകുന്ന സാധനങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല, കാരണം അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇരുടാകുമ്പോഴത്തെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് വേഗം ഇതായതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിന് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ ആ കാര്യം കഴിഞ്ഞ് പോണ വഴിക്കാട്ടോ ഞങ്ങൾ കയറിയത്. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അവിടുന്ന് കണ്ടതൊക്കെ. പിന്നെ പലതരത്തിലുള്ള ചെടികളും കാര്യങ്ങളും, കുഞ്ഞാപ്പീനെ വീഡിയോ എടുക്കാനും ഒക്കെ പറ്റി, ഫോട്ടോ എടുക്കാനൊക്കെ കുറേ പറ്റി. ചെക്കനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറയുമ്പോഴത്തേക്ക് പോസൊക്കെ ഭയങ്കര പോസൊക്കെ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ആ വെള്ളം കണ്ടോ, വെള്ളം ഇങ്ങനെ ചാടും, എന്ത് ഭംഗിയറിയാം അവിടെയൊക്കെ. ആ നീല നിറം കണ്ടോ, പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ആ നീല നിറം. പിന്നെ അതിൻ്റെ ഷീറ്റൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അതേമാതിരി ആ ഈ പച്ച പുല്ലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ചും അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ പോലെ ഉള്ള ഒരു ഇതൊന്നുമല്ല. കാരണം അവിടെ ഭയങ്കര തണുപ്പാണ്. തണുത്തിട്ട് എന്താ പറയുക, കുട്ടികൾക്ക് വെച്ചാൽ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ എന്താ പറയുക, അവിടെ ചില സാധനങ്ങളൊക്കെ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും തണുപ്പോട് തണുപ്പ് തന്നെ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ നടക്കേണ്ടൊക്കെ വരും. പിന്നെ വെച്ചാൽ ഓവർ തണുപ്പ് പറ്റാത്ത കുട്ടികളൊക്കെ കേട്ടോ, അങ്ങനെയാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള നീല കണ്ട വയലറ്റ് കളർ പൂവ്, എന്തൊരു ഭംഗിയാ. പിന്നെ ചെടിയുണ്ട്, പിന്നെ ഇതാ ഈ പൂവുണ്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയത് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിന് എന്ന് വെച്ചാൽ ഈ ഒരു ചെടികളൊക്കെ വെച്ചതിൻ്റെ ആകൃതി തന്നെ ഭയങ്കര കേട്ടോ. ഓരോ പൂമ്പാറ്റിൻ്റെ പോലെ, അതുപോലെ തന്നെ പിന്നെ സാധാ പൂവില് സ്റ്റാർ പോലെയൊക്കെ അങ്ങനെയൊക്കെ പൂവൊക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻ ആട്ടോ. ഭയങ്കര ഒരു ചെയ്തതൊക്കെ ഇതിപ്പോൾ പൂമ്പാറ്റേൻ്റെ പോലെ ആട്ടോ ഉള്ളത്. കണ്ട ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും എന്താ പറയുക, കളിക്കാനുള്ള സംവിധാനം. ഞങ്ങൾ അപ്പുറത്തേക്ക് പോയിട്ടില്ല കേട്ടോ, കാരണം അവിടേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.